സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത. പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നു. മാർച്ച് മാസത്തിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ആദ്യ ഗഡു പെൻഷൻ തുക വിതരണം അവസാന ഘട്ടത്തിലെത്തിയ സാഹചര്യത്തിലാണ് ഗുണഭോക്താക്കൾക്ക് വീണ്ടും ആശ്വാസ വാർത്ത എത്തിയിരിക്കുന്നത്. വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന 27 ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ 200 രൂപ മുതൽ 500 രൂപ വരെയുള്ള കേന്ദ്രവിഹിതം മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും. വിധവ, വാർദ്ധക്യ, ഭിന്നശേഷി പെൻഷനുകളിലായി 8 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നിട്ടുള്ളത്. പെൻഷൻ തുക വിതരണത്തിന് കൈമാറിയിട്ടും സേവനയുടെ സൈറ്റ് സ്റ്റാറ്റസ് കാണിച്ചിട്ടും തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്കും ഇന്നു മുതൽ തുക എത്തിച്ചേരും. ഒരു മുടക്കവും കൂടാതെ 1600 രൂപ വീതം ഇതുവരെയും എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ്. ഏപ്രിൽ മാസം ആദ്യവാരം മുതൽ വീണ്ടും പെൻഷൻ തുക വിതരണം കുടിശ്ശികയടക്കം ആരംഭിക്കുകയാണ്. സംസ്ഥാന സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചതുപോലെ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് 3 ഘട്ടങ്ങളിലായി പെൻഷൻ കുടിശ്ശികയും വിതരണം ചെയ്യും. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും 12,000 കോടി രൂപയുടെ വായ്പാ അനുമതിക്ക് പിന്നാലെ 6,000 കോടി രൂപയുടെ വായ്പാ അനുമതിയും കൂടി ലഭ്യമായ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ആനുകൂല്യങ്ങളടക്കം വിതരണം പ്രഖ്യാപിക്കുന്നത്. ഏപ്രിൽ മാസത്തിൽ വിഷുവിന്റെ മുന്നോടിയായി ഗുണഭോക്താക്കൾക്ക് 1600 രൂപ കൂടി എത്തിച്ചേരുമെന്ന് ധനവകുപ്പ് വ്യക്തമാക്കി. തനത് മാസത്തിലെ പെൻഷൻ തുകയായ 1600 രൂപ കൂടി എത്തിച്ചേരും. ഈ സാഹചര്യത്തിൽ സാമൂഹിക സുരക്ഷാ പെൻഷനുകളുടെ അർഹതാ വിതരണം നടപടിക്രമങ്ങൾ വിവിധ ഉത്തരവുകളെല്ലാം ക്രോഡീകരിച്ച് പുതിയൊരു ഉത്തരവ് പുറത്തു വന്നിട്ടുണ്ട്. ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് വിവിധ സാമ്പത്തിക വർഷത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുക. മാസങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഒരു ഗഡു പെൻഷൻ തുകയായ 1600 രൂപ വീതം എത്തിച്ചേരും. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.